നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഒരു സെയിൽസ് ഇൻവോയ്സ് GSTയോട് കൂടി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മൾട്ടി GST റേറ്റിലുള്ള ഇൻവോയ്സുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൽ ചെയ്തോളൂ. എനിക്ക് എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastalieclass@gmail.com ആണ്. അപ്പൊ ഞാൻ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമ്മൾക്ക് GST വിത്ത് സെയിൽസ് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയിൽ ആദ്യം GST നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചറിലാണ് പോകേണ്ടത്. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കും സ്റ്റേറ്റ് ഏതാണ്. അപ്പൊ അതേപോലെ രജിസ്ട്രേഷൻ ടൈപ്പ് നമ്മൾക്ക് റെഗുലറിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ GST നമ്പർ ആണ് കൊടുക്കേണ്ടത്. 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് പറയുന്നത് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു Z എന്ന് പറയുന്നത് എല്ലാറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ നമ്മുടെ കമ്പനിക്ക് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് GST നമ്പർ കിട്ടും. ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് 2 രീതിയിൽ നമുക്ക് GST റിപ്പോർട്ടുകൾ നമ്മൾക്ക് സെൻഡ് ചെയ്യാം. ഒന്ന് മന്ത്ലി ഉണ്ട്, മറ്റത് ക്വാർട്ടർലി ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണെങ്കിലും അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കാം. ജസ്റ്റ് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ നമ്മൾ GST ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ലെഡ്ജറുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ക്രിയേറ്റ് എടുക്കാം. ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾക്ക് സെയിൽസിന്റെ ലെഡ്ജർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം സെയിൽസ്. നമുക്ക് സെയിൽസ് നമുക്ക് ഇപ്പോ ഇന്റർസ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ സെയിൽസ് വിത്ത് GST അല്ലെങ്കിൽ സെയിൽസ് വിത്ത് IGST അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ സെയിൽസ് GST എന്ന് കൊടുക്കുന്നു. ഇതിന്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? സെയിൽസ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് യെസ് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും GST അപ്ലിക്കബിലിറ്റി. ഇവിടെ അപ്ലിക്കബിലിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് കൊടുക്കാം. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അടുത്തത് നമുക്കൊരു പാർട്ടിയുടെ ലെഡ്ജറാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ പാർട്ടിയുടെ ലെഡ്ജർ കൊടുക്കുന്നു. ടോം എന്നുള്ളത് കൊടുത്തു. അണ്ടർ എന്താണ്? സൺട്രി ഡെറ്റർ ആണ്. അപ്പൊ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് മീഡിയൻ ബാലൻസ് ബിൽ ബൈ ബിൽ നമുക്ക് യെസ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്, അത് വളരെ പ്രധാനമാണ്. നമ്മൾ ബില്ലിൽ ഏതാണ് സ്റ്റേറ്റ് പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഓരോ സ്റ്റേറ്റിൽ നോക്കിയിട്ടാണ് ടാക്സുകളുടെ വ്യത്യാസം വരിക. ഇപ്പോ ഞാൻ കേരളത്തിൽ നിൽക്കുന്നു, ഞാൻ കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് വാങ്ങുക വിൽക്കുക ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGSTയും ആണ്. സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സുമാണ്. എന്നാൽ കേരളത്തിൽ നിൽക്കുന്ന ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഗുഡ്സ് വിൽക്കുക അല്ലെങ്കിൽ അവിടേക്ക് ഗുഡ്സ് സെയിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവണമെന്ന് പറഞ്ഞാൽ IGST ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ബില്ലിലുള്ള സ്റ്റേറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഞാനിവിടെ ഇപ്പൊ കേരളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരള കൊടുത്തു. നമുക്കിവിടെ പിൻകോഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം. മൾട്ടിപ്പിൾ മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് പാർട്ടിക്ക് പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. അതേപോലെ പാർട്ടിയുടെ GST നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്തു. അടുത്ത് നമുക്ക് ടാക്സിന്റെ ലെഡ്ജറാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ നമുക്ക് CGST. ഇതിന്റെ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത്? ടാക്സുകളുടെ എല്ലാ ലെഡ്ജറും എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GSTയിലേക്ക് കൊടുത്തു. ഇവിടെ CGSTയിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അടുത്തത് SGST ആണ് കൊടുക്കേണ്ടത്. ഇതും എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. GST കൊടുത്തു. ഇവിടെ നമുക്ക് എന്താണ്? SGST കൊടുത്തു. കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു.
അപ്പൊ ഇത്രയും ലെഡ്ജറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് വൗച്ചർ എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സെയിൽസ് ആണ് എടുക്കേണ്ടത്. അവിടെ നമുക്ക് സെയിൽസ് എടുത്തു. നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർട്ടീസ് അക്കൗണ്ടിനെ നമ്മൾ ആർക്കാണ് വിൽക്കുന്നത്, നമ്മൾ ഓൾറെഡി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ടോം സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഇവിടെ സെയിൽസ് ലെഡ്ജർ, നമ്മൾ സെയിൽസ് ലെഡ്ജറോട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സെയിൽസ് GST ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരിക, ഇവിടെ നെയിം ഓഫ് ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഇതെന്താണ്, ഇൻവോയ്സ് മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡിന് നമ്മൾ എന്താണ്, 2 ഇൻവോയ്സ് മോഡുകൾ ഉണ്ട്. ഒന്ന് ഐറ്റം ഇൻവോയ്സും ഉണ്ട്, മറ്റത് അക്കൗണ്ടിങ് ഇൻവോയ്സും ഉണ്ട്. ഇപ്പൊ ഇത് ഐറ്റം ഇൻവോയ്സ് ആണ്, കാരണം നമ്മളിപ്പോ ഐറ്റം ആണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡ് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെ നമ്മൾക്ക് ഐറ്റം ഇൻവോയ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക, ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഈ ഒരു മോഡിലാണ് നമ്മൾ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു, സെയിൽസ് കൊടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Alt+C അടിക്കാം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കീ ആണ് Alt+C. അല്ലെങ്കിൽ ഇവിടെ റൈറ്റിലെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടായിരിക്കും. ആ ക്രിയേറ്റ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാനിവിടെ ഐറ്റം കൊടുക്കുകയാണ്. ഇപ്പൊ റൈസ് എന്നുള്ളൊരു ഐറ്റം കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് യൂണിറ്റ്, ഇപ്പൊ നമുക്ക് Alt+C അടിച്ചു. ഇവിടെ kg കൊടുത്തു, കിലോഗ്രാം, ഫോർമൽ നെയിമിന്റെ അവിടെ കിലോഗ്രാം കൊടുത്തു. ഇവിടെ നമുക്ക് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് UQC കോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് GST ഡിപ്പാർട്ട്മെന്റ് ഓരോ യൂണിറ്റിനും ഓരോ കോഡ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഈ കിലോഗ്രാമിനാണെങ്കിൽ നമുക്ക് ഇവിടെ കോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, നമ്മൾ KGക്ക് അല്ല, നമ്മൾ ഡെസിമൽ പ്ലേസ് 3 ആയിട്ടാണ് സെറ്റ് ചെയ്യുക. കാരണം ഡെസിമൽ കഴിഞ്ഞാൽ നമ്മൾ 3 സ്പേസ് ആണ് ഉപയോഗിക്കുക. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് ചോദിക്കും GST അപ്ലിക്കബിലിറ്റിക്ക് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും HSN കോഡ്. ഓരോ ഐറ്റത്തിനും ഓരോ HSN കോഡ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പല സ്റ്റേറ്റുകളിലും ഒരേ ഐറ്റം അറിയപ്പെടുക പല പല പേരുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് GST ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിനും ഓരോ കോഡ് കൊടുത്തിട്ട് ഓരോ നമ്പർ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഇയറിലേക്ക് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ HSN കോഡ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ ഐറ്റത്തിന്റെ കോഡ് നമുക്ക് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് 1 2 3 കൊടുക്കുന്നു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് GST റേറ്റ്, ഇവിടെയാണ് റേറ്റ് കൊടുക്കേണ്ടത്. സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, ടാക്സബിൾ കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ഈ ഐറ്റത്തിന്റെ റേറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോ 5 കൊടുത്തു. 5 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് CGSTയും SGSTയും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. രണ്ടിനെയും ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക. നിങ്ങൾക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒന്ന് F12 പഠിക്കുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്, ടാലിയുടെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷനാണോ വേണ്ടത് അത് നമ്മൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 റേറ്റുകളും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, പ്രൊവൈഡ് ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കുന്നത്. ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ കാണിക്കുള്ളൂ. ജസ്റ്റ് എൻ്റർ അടിച്ചു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം, ഇവിടെ റേറ്റ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഒരു ഐറ്റം കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു, സോപ്പ് എന്നുള്ളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. യൂണിറ്റ് നമ്പർ എന്നുള്ളതായിരിക്കും കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്പർ, ഫോർമൽ നെയിമിന്റെ അവിടെ നമ്പർ എന്നുള്ളത് അടിച്ചു. UQC കോഡിൽ നമുക്ക് ഇവിടെ നമ്പർ എന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിലിറ്റിയിലെ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് HSN കോഡിന്റെ അവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. ഇവിടെ നമ്പർ കൊടുത്തു. GST റേറ്റ് ഡീറ്റെയിൽസിൽ അവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ടാക്സിന്റെ റേറ്റ് 18% കൊടുത്തു. ജസ്റ്റ് ഗുഡ്സിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ക്വാണ്ടിറ്റി 30 കൊടുത്തു. റേറ്റ് 55 കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇപ്പൊ നമുക്ക് ടോട്ടൽ വാല്യൂ എന്ന് വന്നിരിക്കുന്നത് 3750 ആണ്. ഇതിന്റെ ടാക്സ് കൂടിയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്,
അപ്പൊ ഐറ്റത്തിനെയും ടാക്സിനെയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിക്കുക. ഇവിടെയാണ് ടാക്സുകൾ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ സ്പേസ് ബാർ അടിച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ CGSTയുടെ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി എന്തുകൂടി കൂടെ കൊടുക്കണം? SGST കൂടി കൊടുക്കണം. അപ്പൊ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ടുകൾ നമുക്ക് ഇവിടെ നമ്മൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ടാക്സിന്റെ റേറ്റുകൾ ഒന്നും നമുക്ക് ഇവിടെ കാണിച്ചിട്ടില്ല. ടാക്സിന്റെ റേറ്റുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, റിലേറ്റഡ് റിപ്പോർട്ട്സ്. കൺട്രോൾ ഓടിച്ചാൽ മതി. ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് GST ടാക്സ് അനാലിസിസ് ഓൾ TA പ്രസ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് ഓൾ TA അടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ടാക്സ് റേറ്റുകളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക. ഇവിടെ ഒരു കീ ഉണ്ട്, F5 പ്രസ് ചെയ്താൽ മതി. F5 പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഐറ്റത്തിനെയും നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കാണിക്കും. അപ്പൊ നമ്മുടെ ബില്ലിൽ അടിക്കുമ്പോൾ നമുക്ക് ടാക്സ് റേറ്റുകൾ അവിടെ കാണിക്കില്ല, ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ നമുക്ക് റൈസിന് 2.5 വന്നിട്ടുണ്ട്. അതേപോലെ സോപ്പിനാണെങ്കിൽ 18% ആയിരുന്നു, അപ്പൊ 99% വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. ഇനി ഇത് പ്രിന്റ് എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് മുകളിൽ പ്രിന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു, കറണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ എടുത്തിട്ട് നോക്കാം. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക. F4 പ്രസ് ചെയ്താൽ മതി. ഒന്ന് നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ബില്ലിന് നമുക്ക് ഐറ്റത്തിന്റെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഐറ്റത്തിന്റെ നമുക്ക് റേറ്റുകൾ ഇവിടെ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിന്റെ CGST ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2.5 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റത്തിനാണെങ്കിൽ ഇവിടെ 9%. അതേപോലെ തന്നെ ഇവിടെ SGST ആണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. CGSTയുടെയും SGSTയുടെയും റേറ്റുകൾ നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾക്ക് ഈ പ്രിന്റിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വേണം വിചാരിക്കുക. നമുക്ക് ഇവിടെ കോൺഫിഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കോൺഫിഗർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഷോ മോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഷോ മോർ എടുത്തു. അതായത് ഈ ബില്ല് നമുക്ക് ഒന്നും കൂടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോ മോർ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് ഇവിടെ കാണിക്കാം. നമുക്ക് പ്രിന്റിൽ ഇപ്പോൾ GSTയുടെ റേറ്റുകൾ കാണിക്കണം എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് ഷോ GST റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. ഇവിടെ നമുക്ക് യെസ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് കൺട്രോൾ എടുത്ത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഒന്ന് F4 അടിച്ചു. ഇപ്പൊ F4 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് റേറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്നതിന്റെ നമുക്ക് ഇവിടെ GSTയുടെ റേറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 5% വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 18% നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു ബില്ല് സേവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു ബില്ല് ന്യൂ റെഫറൻസിൽ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് ഇപ്പൊ ചെയ്തിട്ടുള്ളതിന്റെ റിപ്പോർട്ട് പെട്ടെന്ന് ഇനിയിപ്പോ നമുക്ക് ചെയ്തിട്ടുള്ള ബില്ല് അപ്പൊ തന്നെ ഒന്ന് കാണണം വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് പേജപ്പ് അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു ബില്ല് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ റിപ്പോർട്ടാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ മുകളില് ഗോ ടു അടിച്ചിട്ട് എടുക്കാം. ഗോ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഡ്ജർ റിപ്പോർട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ലെഡ്ജർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ നമുക്ക് ലെഡ്ജർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ സെയിൽസ് GST എടുക്കാം. അപ്പോൾ നമുക്ക് സെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണും. നമുക്ക് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണും. ഇനി നമുക്ക് ടോമിന്റെ ലെഡ്ജറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോമിന്റെ അടുത്ത് നിന്ന് എത്ര രൂപ കിട്ടാനുണ്ട്, 4152 രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണും. ഇത് തന്നെ നമുക്ക് രജിസ്റ്ററും എടുക്കാം. രജിസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അത് നമുക്ക് എല്ലാ രജിസ്റ്ററും കാണും. ഇവിടെ നമുക്ക് സെയിൽസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മന്ത് വൈസ് ആയിട്ടുള്ള രജിസ്റ്റർ നമുക്കിവിടെ കാണും. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രജിസ്റ്ററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.